ആറ്റ നോറ്റ് ഞങ്ങൾ പണിത വീടാണ് കേട്ടോ. 2018 നവംബറിൽ ഞങ്ങൾ കയറി താമസിക്കുന്നതിന് മുമ്പ് പ്രളയം ഓഗസ്റ്റിൽ കയറി താമസിച്ചതാണ്. അതിനുശേഷം രണ്ടാമത്തെ പ്രാവശ്യം പിന്നെയും ഇങ്ങനെ വെള്ളം. ആദ്യമൊക്കെ ചങ്ക് പൊട്ടിയായിരുന്നു ഇതിനെ കാണുന്നതെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ അടുപ്പിച്ചടുപ്പിച്ചുള്ള ദുരന്തങ്ങൾ ഏറ്റുവാങ്ങി ഇപ്പോൾ കുറച്ചുകൂടെ അതിനെ കാണുന്ന കാഴ്ചപ്പാടിലൊക്കെ വ്യത്യാസം വന്നു. എന്നിരുന്നാലും നമ്മുടെ ഒരു സ്പേസ് അല്ലേ, അവിടെ ഇങ്ങനെ ജോർജ് ഊട്ടി പറയുന്ന പോലെ പ്രതീക്ഷിക്കാത്തൊരു അതിഥിയെ ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ പ്രയാസമാണ്. എന്നാലും ഇതിനിടയ്ക്ക് ചില കൊച്ചു സന്തോഷങ്ങളുണ്ട് കേട്ടോ. ഇത് വത്സമാമയുടെ വാട്ടുകപ്പയും ഉണക്കമീനും. അത് കഴിച്ച് റോഡിൽ കൂടെ നടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നാളുകളായി മനുഷ്യർ നടന്നു പോകാത്ത പഴയ വഴികളൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ വണ്ടി കൊണ്ടിട്ട സ്ഥലത്തേക്ക് നടക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കല്യാണ വിളിയാണ് അത്. അങ്ങനെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ വലിയ വിലപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാവേ. ആഹാ നോക്കാം, മണി പ്ലാന്റൊക്കെ വെറുതെ ഇങ്ങനെ സുന്ദരമായി കയ്യാലമേ നിൽക്കുന്നുണ്ടോ. അങ്ങനെ ആ വഴിയൊക്കെ ഇങ്ങനെ നടന്ന് കയ്യാല വഴിയൊക്കെ കയറി ഞങ്ങൾ നടന്നതാ എത്തിയെടുത്തും വെള്ളം കയറാൻ തുടങ്ങി. ഇതിലിരട്ടിയായി ബാധിക്കപ്പെട്ട ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. നിരന്തരമായി നമ്മൾ ബാധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പോളിസ് ബക്കിൻ്റെ ദി ബിഗ് വേവിലെ വാചകങ്ങൾ ഓർമ്മ വന്നു. The capacity of human beings to rebuild and find joy in being alive is indestructible എന്ന്. അതെ, we should believe that we are indestructible. പ്രളയത്തെ തുടർന്ന് സ്വന്തം വീട് ഉപേക്ഷിച്ച് ഫ്ളാറ്റിലേക്ക് താമസം മാറേണ്ടി വന്നതിന്റെ സങ്കടവും മാനസിക സമ്മർദ്ദവും നടൻ പ്രശാന്ത് അലക്സാണ്ടർ ഇപ്പോൾ അനുഭവിക്കുന്നു. 2018 വീട് നിർമ്മിച്ച ശേഷം ഇത് 3ാം തവണയാണ് പ്രളയജലത്തിൽ വീട് പൂർണ്ണമായി മുങ്ങുന്നത്. കലിതുള്ളി എത്തുന്ന മഴക്കാലം എത്തുമ്പോഴേക്കും ആവർത്തിക്കുന്ന ഈ പ്രളയ ദുരന്തം താങ്ങാനാവാതെയാണ് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ വലിയ ആഗ്രഹത്തോടെ പണിതുയർത്തിയ സ്വപ്ന ഭവനം വിട്ട് പ്രശാന്തും കുടുംബവും ഫ്ളാറ്റിലേക്ക് ചേക്കേറിയത്. 2018 വീട് വെച്ച് മാസങ്ങൾക്കകം വന്ന പ്രളയം ഒരു ആവർത്തന പേടി സ്വപ്നമാക്കി മാറുമെന്ന് പ്രശാന്ത് ഓർത്തില്ല. 8 വർഷങ്ങൾക്ക് ശേഷം ചരിത്രം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. ഇത് 3ാം തവണയാണ് വീട്ടിൽ വെള്ളം കയറുന്നത്. വെള്ളം ഇറങ്ങിയ ശേഷം മാത്രമേ ഇത്തവണ എത്രമാത്രം നാശനഷ്ടമുണ്ടായി എന്ന് വിലയിരുത്താനാകൂ.